ഇഞ്ചിപ്പുളി ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചിപ്പുളി. നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം. ഇഞ്ചി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് മതിയായിരിക്കും. നന്നായി കഴുകി നല്ല കുനുകുനാന്നരി. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഒന്നില്ലെങ്കിൽ ഹിറ്റാവും അല്ലെങ്കിൽ ഫ്ലോപ്പാവും. നമ്മൾ കുറച്ച് ഇഞ്ചി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നമുക്ക് ശരിയാക്കാം. അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇനിയും കുനുകുന വേണം പോലും. അപ്പം ഞാൻ രണ്ടാമത് വീണ്ടും അതിൽ മല്ലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാവേശത്തിന് ഇഞ്ചി എടുത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പം മാതാശ്രീയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കുറച്ച് ഇഞ്ചി എടുത്ത് മാറ്റി വയ്ക്കാം. ഓണല്ലേ, 2 ദിവസം ഇഞ്ചി ആവശ്യം വരാതിരിക്കില്ലല്ലോ. അരിഞ്ഞ് വെച്ചതുകൊണ്ട് എളുപ്പമായി, പെട്ടെന്ന് പോയി എടുക്കാം. അടുത്ത് നമുക്ക് പച്ചമുളക് എടുക്കാം. ഇത് നല്ല നാടൻ പച്ചമുളകാണ് വീട്ടിലുണ്ടായത്, അതുകൊണ്ട് തന്നെ നല്ല എരിവായിരിക്കും. അതുകൊണ്ട് ആകെ ഒരു 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് റൗണ്ടിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൽ ഇഞ്ചി പച്ചമുളക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാളംപുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. പച്ചമുളക്, ശർക്കര, ഇഞ്ചി, പുളി. വലിയ ശർക്കര ആയതുകൊണ്ടേ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നാൽ വേഗം നമുക്ക് പാവാക്കി കിട്ടും. ഇത്ര വെള്ളം എടുത്തിട്ടുള്ളൂ. വെള്ളം വേണ്ട വരുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ലെറ്റ്സ് സീ. ശർക്കര പാനി റെഡിയാക്കുന്നത്. ഇതിൽ പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പം നമുക്ക് ചട്ടി വെച്ചു, ഐറ്റംസ് വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഉലുവപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ വേണേ. ചട്ടി ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് ഡാർക്ക് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ശർക്കര വെള്ളം നമുക്ക് ഒഴിക്കാം. മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിങ്ങനെ കുറുകി വരാൻ വെയിറ്റ് ചെയ്യുക. ഇഞ്ചി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അച്ഛാ, ഇത് ഇത്ര മതിയോ കുറുകിയത്? അങ്ങനെ അച്ഛൻ വന്നിട്ട് പരീക്ഷിക്കുകയാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ആണ്. ചൂടൊന്നും ഇല്ല. അച്ഛൻ നോക്ക്. കട്ടിയോ ഓക്കെ, ഉപ്പിടാം. എത്ര ഇടണം? ഇനി ഉപ്പ് വേണം. അടിപൊളി.
ഫൈനലി നമ്മുടെ ഇഞ്ചമ്പുളി സെറ്റായിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ട് ബാലൻസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളി സക്സസ് ആയി. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ, സി യു. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.